അപ്പോൾ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മറുനാടൻ മലയാളി എപ്പോഴും BJPയുടെ പിണിയാടാണ്. അവർക്കെല്ലാം മറുനാടൻ മലയാളിയല്ല, കേരളത്തിലെ ഒരുപ്പെട്ട ക്രൈസ്തവ ചാനലുകൾ, ക്രിസ്ത്യാനികൾ നടത്തുന്ന ചാനലുകളിലൊക്കെ മാസം തോറും പൈസ കിട്ടുന്നുണ്ട് സംഘപരിവാറിൻ്റെ കയ്യിൽ നിന്ന്. നമുക്കറിയാം, ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപ അദാനി അംബാനി കൊടുക്കുന്നുണ്ട്. BJPക്ക് പൈസയ്ക്ക് യാതൊരു പഞ്ഞവുമില്ല. MP മാരെ വിലയ്ക്ക് വാങ്ങിക്കാനും MLA മാരെ വിലയ്ക്ക് വാങ്ങിക്കാനും ഒക്കെ ആവശ്യം പോലെ പൈസ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ വിഷയം അതല്ല. നമ്മളെ പഴയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരുന്ന അബ്ദുൽ സലാമിന് പേയളവി, വട്ടളവി. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു പണ്ട്. മുസ്ലിം ലീഗിൻ്റെ ഇതിലാണ് അദ്ദേഹം വൈസ് ചാൻസലർ ആയത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അയാൾ കുറേ നാൾ നല്ല ആഹാരമല്ലേ കഴിച്ച. കരുണാകരൻ്റെ മകള് നല്ല ആഹാരം കഴിച്ചിട്ട് അവസാനം പിന്നെ മലമൂത്ര വിസർജനം കഴിക്കാൻ BJP പോയില്ലേ? അതുപോലെയാണ് ഇയാൾക്ക് വട്ടളവി ഇരിക്കുകയാണ്, പേ ഇളവിയിരിക്കുകയാണ്. വട്ടല്ല, പേയാണ്. ഇവനെ ഇനി എവിടെ കൊണ്ടുപോയി ചികിത്സിക്കണമെന്ന് അറിഞ്ഞൂടാ. അവൻ പറയാണ് മോഡി ഗുരുജിയാണ്. പിന്നെ ഇനി നിന്റെ തന്തയാണെന്നും കൂടെ പറയുമോ? അബ്ദുസലാമിന്റെ തന്ത, എൻ്റെ തന്ത, ഒറിജിനൽ തന്ത എന്ന് പറയുന്നത് മോഡിജി ആണെന്ന് വേണമെങ്കിൽ പറയും. കാര്യം പൈസ കിട്ടി, എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി അങ്ങനെ ദാഹിച്ച് ഇല്ലാത്തതും പൊല്ലാത്തതും ഒക്കെ മോഡിജിയെ പൊക്കെയാണ്. ലോകത്തിന്റെ അവസാന വാക്കെന്ന് പറയുന്ന മോഡിജിയാണ്. മോഡിജി എന്താണ്? മോഡിജി തന്നെ പറയാണ്, എന്തെന്ന്, ഞാൻ 30 വർഷം തെണ്ടിയാണ് ജീവിച്ചത്, ഭിക്ഷയെടുത്താണ് ജീവിച്ചത്. പിന്നെ പറയണ, ഞാൻ 40 വർഷം ചായ വിറ്റാണ് ജീവിച്ചത്. ഞാൻ പഠിച്ച ഡിഗ്രി എടുത്തിട്ടുണ്ട്, പക്ഷെ ആ ഡിഗ്രി കാണിക്കില്ല, അത് ജനങ്ങളെ ഞാൻ കാണിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വിഡ്ഢിയായ പ്രൈം മിനിസ്റ്റർ ഉള്ള ഈ ഇന്ത്യയിൽ, ഈ ഭാരതത്തിൽ, ഇയാൾക്ക് എവിടെയാണ് ലോകത്ത് വില? നിങ്ങളങ്ങ് പറയണം. നിങ്ങൾ ഇനിയിപ്പോ ഈ തെണ്ടി യവൻ അബ്ദുൽ സലാം, യവൻ ആ പേരും കൂടെ അങ്ങ് മാറ്റിക്കളാം. ക്ലീൻ ഷേവ് ചെയ്ത്, നരച്ച താടിയൊന്നുമില്ല, നരച്ച താടിയുള്ള ചിരിക്കുന്ന മുഖമുള്ള മോഡിജി. എന്താ മോഡിജി? ഇത്രയും വിവരമില്ലാത്ത ഒരു തെണ്ടി പരീക്ഷയാണ്. എടാ അബ്ദുൽ സലാമെ, നിന്നെ പട്ടിക്കുള്ള വില പോലും കേരളത്തിലെ ജനങ്ങൾ കൽപ്പിച്ചിട്ടില്ല. മുസ്ലിങ്ങളെ അകറ്റി നിർത്തി, മുസ്ലിങ്ങളുടെ വോട്ട് ബാങ്കാക്കി ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചൂഷണം ചെയ്തു. RSS എന്ന് പറഞ്ഞാൽ എന്താണ്? RSS എന്ന് പറഞ്ഞാൽ അതിന്റെ അമ്മയുടെ തേങ്ങയാണ്. RSSനെ ഇവിടെ എല്ലാവർക്കും അറിയാം. എടാ, ഗോൾഡ് വാക്കറെ തള്ളി പറയാൻ ഇവിടെ ആർക്കെങ്കിലും കഴിയും? അവരുടെ അജണ്ട എന്താണ്? ഇവിടെയുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. എടാ തെണ്ടി, നീ ഒരു തെണ്ടിയുടേന്നും കഷ്ടമാണ്, പട്ടിയുടേന്നും കഷ്ടമാണ്. നീ ഒരു ആണാണ്. അതായത് നീ ജീവിക്കുന്ന ഏത് സ്ഥലത്താണ്, ആ സ്ഥലത്തെ പള്ളിയുടെ അടുത്ത പ്രദേശത്ത് പോലും നിന്നെ പ്രവേശിക്കാൻ പാടില്ല. അവിടെ ഉള്ളവന്മാർ ഷണ്ണന്മാരാണെങ്കിൽ നിന്നെ പ്രവേശിക്കും, അല്ലെങ്കിൽ നിന്നെ അടിച്ച് നിന്റെ കരണക്കുറ്റി വെട്ടിക്കണം. നീ ഒന്നുകിൽ ആ പേര് മാറ്റി നീ ഹിന്ദു ആവും. ഹിന്ദു സഭ അതിനൊന്നും കുഴപ്പമില്ലല്ലേ? ഇപ്പൊ എത്രയോ പേര് പോണ്. ഇപ്പൊ ആരിഫ് പോണില്ലേ? വേറൊരു നരസിംഹൻ എന്നും പറഞ്ഞ് വേറൊരുത്തം പോയില്ലേ? അതുപോലെ നിനക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിന് പോയാൽ പോരെ. മുസ്ലിങ്ങളുടെ മണ്ടേ നീ കുതിര കയറണ്ട. മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നീ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു മുസ്ലിം കേൾക്കും? എടാ, നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയും കുട്ടികളും കേൾക്കില്ല. പിന്നെ ഇനി നീ നാട്ടുകാരെ ഉണ്ടാക്കി നീ BJPയിലും RSSലും ആളിനെ ചേർക്കാൻ നടക്കുന്ന എടാ അതായത് നീ ഇപ്പൊ വന്നിരുന്ന് കുരയ്ക്കുന്നല്ല, ഈ ചാനലിന് മുമ്പ് വന്നിരുന്ന് കുരയ്ക്കുന്നു. ആ കുരയ്ക്കുന്ന ഈ മറുനാടൻ മലയാളി ആരാണെന്ന് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. നിസ്സാരമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. മോഡിജി മുസ്ലിങ്ങളെ അങ്ങ് പ്രേമിക്കുകയാണ്, സ്നേഹിക്കുകയാണ്, ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഒരു മന്ത്രി ഉണ്ടാടാ, ഒരു ക്യാബിനറ്റ് മന്ത്രി. മുസ്ലിങ്ങൾ 25 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു രാജ്യത്ത് 25 കോടി അല്ലെങ്കിൽ ആ രാജ്യത്തെ 25% വരുന്ന ഒരു ന്യൂനപക്ഷങ്ങളാ ഒരു മന്ത്രിസ്ഥാനമെങ്കിലും കൊടുക്കാതെ ഉള്ള ഒരു ഗവൺമെന്റ് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാ? നീ പറ. അതായത് ക്രിസ്ത്യൻ രാജ്യങ്ങളും ക്രിസ്ത്യൻ മുസ്ലിം സമമായിട്ട് പോകുന്ന, അതായത് 50%, 40%, 50%, 60% അങ്ങനെയൊക്കെ പോകുന്ന രാജ്യങ്ങളുണ്ട്. അവിടെ എല്ലാ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ പിന്നെ സർക്കാർ എന്ന് പറയുന്നത്
അവരെല്ലാവരും കൂടി ചേർന്നാണ് നടത്തുന്നത്. ഇന്ത്യയിൽ എങ്ങനെയാണ് നടത്തുന്നത്? ഒരു മന്ത്രി പറ. അപ്പൊ നീ പറയുന്നത് എന്താണ്? മുസ്ലിങ്ങളെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ധൃതരാഷ്ട്രലിംഗനിൽ നിന്ന് നീ കേട്ടിട്ടുണ്ടോ? നീ പഠിച്ച ഒരു തെണ്ടിയാണല്ല, നീ കേട്ടിട്ടുണ്ടോ ധൃതരാഷ്ട്രലിംഗം എന്ന് പറയുന്ന ആലിംഗനം ചെയ്ത ധൃതരാഷ്ട്രർ? അതിന് കേട്ടിട്ടുണ്ടോ? കൊല്ലാൻ വേണ്ടിയാണ് മോഡി പിടിക്കുന്ന മുസ്ലിങ്ങളെ. നീ അത് മനസ്സിലാക്ക്. നീ പിന്നെ പറയും വേറൊരു കാര്യം. അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, ബർമയിൽ നിന്ന് ഹിന്ദുക്കളാണ് വരുന്നതെങ്കിൽ ഇന്ത്യയിൽ പാസ്പോർട്ട് കൊടുക്കും. ഇന്ത്യയിൽ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന ആളുകളായ മുസ്ലിങ്ങൾക്ക് പിന്നെ അവൻ്റെ അടുത്ത് അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ, നിന്റെ തന്തയുടെ പിന്നെ ഡോക്യുമെന്റ് കൊണ്ടുപോവാന്ന് പറയുന്ന ഇന്ത്യയിൽ ഹിന്ദു ആണെങ്കിൽ ഈ അഫ്ഗാനിസ്ഥാൻ, ബർമ, ബംഗ്ലാദേശ്, പിന്നെ പാകിസ്ഥാൻ, ഈ 4 രാജ്യങ്ങളിൽ നിന്ന് വന്ന ഏത് മുസ്ലിം അല്ലാത്ത ആർക്കും പാസ്പോർട്ട് കൊടുക്കും, ഇവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കും. അതെന്താ ന്യായമാണടാ? നീ മുസ്ലിമാണോ? നീ മുസ്ലിമാണെന്നുള്ള പേരല്ലേ ഉള്ളൂ, നിനക്ക് ചോദിക്കാൻ നോക്കും മോഡിയുടെ അടുത്ത്. അപ്പൊ പിന്നെ വേറൊരു കാര്യം, മോഡി ചായ വിറ്റ് തെണ്ടി നടന്ന ആളാണെന്ന് അയാൾ തന്നെ പറയുന്നു. അപ്പോ അയാൾക്ക് ഭരണത്തിനെ പറ്റി എന്തറിയാം? അയാൾക്ക് എന്ത് ടെക്നോളജി എന്താണ് അറിയുന്നത്? അയാൾക്ക് പ്രോംപ്റ്റർ ഇല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനുള്ള കഴിവുണ്ടാ? രണ്ടാളിനെ ഇടതും വലതും ഇരുത്തിയേ സംസാരിക്കാൻ. മോഡിജി ലോകത്തിന്റെ നേതാവാണ്, ലോകത്തിന്റെ തേങ്ങയാണ് മോഡിജി. മോഡിജി ഒന്നുമല്ല, മോഡിജി വെറും സീറോയാണ്. ലക്ഷക്കണക്കിന് കോടി രൂപ നമ്മളെ കടക്കാരാണ്. അറിയാമോ നിനക്ക്? നീ വികസനം എന്ന് പറയുന്നത് നീ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? പിന്നെ ഹിന്ദു എന്നുള്ള പേര് നീ ഇപ്പൊ പറഞ്ഞു. ഹിന്ദു മതം എന്ത് മതം? ഹിന്ദു ആദ്യം വിളിച്ചത് ആരാണെന്ന്? എടാ നീ ഒന്നും അല്ലെങ്കിലും വിദ്യാഭ്യാസം എന്താ ഉള്ളായിരുന്ന? അതായത് മുസ്ലിമിന് ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റ് പറ്റിയത് നിന്റെ നിയമന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരും ഈ വഞ്ചനയും ചതിയും കാണിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വഞ്ചനയും ചതിയും കാണിച്ച ചരിത്രം പിന്നെ മുസ്ലിമിന്റെ ചരിത്രത്തിൽ അവരനുഭവിച്ചാണ്. നിന്നെ പോലെ ഒരു ചെറ്റയെ തെണ്ടിയെ നീ തന്തയ്ക്ക് പിറന്നവനാണ്, നിനക്ക് തന്തയുണ്ട, നിനക്ക് പറയാനൊക്കെ ഇല്ല. കാരണം നീ RSSകാരന്റെ മോനായിരിക്കാനാണ് സാധ്യത, കൂടുതലും സാധ്യത അതാണ്. RSSകാരന്റെ മോനായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ, ഇങ്ങനെ മോഡിയെ ന്യായീകരിക്കാനും നിന്നെ കൊണ്ട് കഴിയണമെന്നുണ്ടെങ്കിൽ നീ നിർബന്ധമായിട്ടും ഏതെങ്കിലും ഒരു RSSകാരന്റെ ജാരസന്തതിയാണ് നീ. അത് ഉറപ്പാണ്. നിന്നെ ഇനിയിപ്പോ നീ നിന്നെ എവിടെയാണ് കൊണ്ടുവന്ന് നടക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിന്നെ ഒന്ന് പള്ളിക്കാട്ടിൽ കയറ്റാൻ പാടില്ല. അതായത് മുസ്ലിം പള്ളിക്കാട്ടിൽ കയറ്റി കഴിഞ്ഞാൽ അവിടെയുള്ള ബാക്കിയുള്ള ആളുകൾ ചിലപ്പോൾ മരിച്ച് മണ്ണണിഞ്ഞ ആളിൽ എണീറ്റ് ഓടേണ്ടി വരും. കാര്യം അത്ര വൃത്തികെട്ട മനസ്സിന്റെ ഉടമയാണ് നീ. അപ്പൊ നീ ഇപ്പൊ കാണിക്കുന്നതെന്ന് പറയുന്ന സർക്കസ് നീ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ പോകണം. ഇപ്പൊ ഇന്ത്യയിലെ പിന്നെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു തെണ്ടി അറിയാമല്ല, അവൻ അവസാനം കാണിച്ച എന്താണ്? ബാബരി മസ്ജിദ് അവർക്ക് പിന്നെ നിയമത്തിലെ കൂടെ അവർക്ക് പിന്നെ RSSകാർക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ ഒരു വിധി പ്രസ്താവിച്ച് കിട്ടിയ പിന്നെ കൂലി എന്താണ്? പാർലമെന്റിലെ മെമ്പർ. അപ്പോ യവനൊക്കെ നീയൊക്കെ ഇത്രയും അധപ്പതിച്ചു പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ എങ്ങനെ തല ഉയർത്തി നോക്കും? അപ്പൊ നിന്നെ ആരും ആട്ടയും തുപ്പയും ചെയ്യുന്നില്ല. നീ താമസിക്കുന്ന സ്ഥലത്തുള്ള പോകുന്ന ആ തെണ്ടി ഒറ്റുകാരൻ പോണ്, അല്ലെങ്കിൽ RSSന്റെ കൂട്ടിക്കൊടുപ്പുകാരൻ പോണെന്ന് പറഞ്ഞ് നിന്നെ ആരും കളിയാക്കുക, നിന്നെ ആരും അടിച്ചിട്ടൊന്നും ഇല്ല ഇതുവരെ. ഞാൻ എൻ്റെ സ്ഥലത്ത് വല്ലതും പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ കണ്ടുമുട്ടുകയാണെങ്കിൽ അപ്പൊ ഞാൻ ചെരുപ്പൂരി അടിച്ചിരിക്കും. അതിൽ വരുന്ന കേസ് ഞാൻ പറഞ്ഞോളാം. നിനക്ക് അടി ഉറപ്പാണ്. എൻ്റെ ചെരുപ്പാണ്, ഞാൻ സാധാരണ ഷൂസാണ് ഉപയോഗിക്കുന്നത്, അപ്പൊ ഞാൻ അടിച്ചിരിക്കും. അതിൽ വരുന്ന കേസ് നീ എന്തായാലും ശരി, എനിക്ക് പ്രശ്നമല്ല. അപ്പൊ അബ്ദുസലാമെ നീ സൂക്ഷിച്ചോ. നിനക്ക് നല്ലതെന്ന് പറയുന്നത് നീ ആ പേര് മാറ്റുക. നീ വേറെ ഏതെങ്കിലും ക്രിസ്ത്യാനിയാ, യഹൂദനാ, അല്ലെങ്കിൽ ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതമല്ല. നീ പഠിച്ചിട്ടുള്ള മനുഷ്യനല്ലേ, അല്ലെങ്കിൽ നീ വൈസ് ചാൻസലർ ആവില്ലല്ലോ. അപ്പോ ഹിന്ദു എന്ന് പറയില്ല. കാരണം നീ ഈ ചാണകവും മൂത്രവും തിന്നും കുടിച്ചും തുടങ്ങിയതിന് ശേഷം നിന്റെ ഈ വെളിവും നിന്റെ ഈ ബുദ്ധിശക്തിയും നിന്റെ അറിവും എല്ലാം പോയതായിട്ടാണ് എനിക്ക് പിന്നെ അനുഭവപ്പെട്ടിട്ടുള്ളത് നിന്റെ ഈ സംസാരം കേൾക്കുമ്പോഴത്തേ. എന്തായാലും സലാമെ, നിനക്ക് മക്കളാ പിന്നെ മരുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവര് തന്നെ നിനക്ക് വിഷം തന്നു കൊല്ലും. അല്ലെങ്കിൽ വിഷം കൊടുത്ത് ഈ നിന്നെ പോലുള്ള ചെറ്റുകളെ ഈ ഭൂമിയിൽ അനുവദിക്കരുത്, ജീവിക്കാൻ അനുവദിക്കും. കാരണം നീ അത്ര വിഷമാണ്. നീ ഇനിയിപ്പോ മുസ്ലിങ്ങളെ ഉണ്ടാക്കി BJPക്കും RSSനും കൊടുക്കും. RSS എന്ന് പറഞ്ഞാൽ എന്തോ ആണെന്നാണ് നീ പറഞ്ഞത്. എന്താണ് RSS നിനക്കറിയാമല്ല? മോഡിജി പിന്നെ ചിന്തിക്കുന്ന എന്താണ്? നീ കുറെ ഇംഗ്ലീഷ് പറയാണ്. അമൃത് മഹാൽ ഉണ്ടാക്കാൻ പോയാണെന്ന്. നിന്റെ അമ്മയുടെ തേങ്ങ. അമൃത് മഹാൽ എന്താണെന്ന് നിനക്കറിയാമോ? ആസ്പിറേഷൻ,
പിന്നെ കൊട്ടാപ്ലിക്കേഷൻ, ഡ്യൂപ്ലിക്കേഷൻ, എന്തൊക്കെയോ കുറച്ച് ഇംഗ്ലീഷ് നീ പറഞ്ഞെന്ന് വിചാരിച്ച്. കാരണം നീ ആ അക്കാഡമിക് ആയിട്ടുള്ള കുറച്ച് അറിവുകൾ നിനക്കുള്ളത് കൊണ്ട് അത് ഉപയോഗിക്കാം. പക്ഷെ നിനക്ക് ഒരുവിധപ്പെട്ട ഇതെല്ലാം മറന്നുപോയി കാണും. കാരണം ഈ പിന്നെ മലമൂത്ര വിസർജനം കഴിച്ചാൽ പിന്നെ ആളൊക്കെ ബുദ്ധി ഇല്ലാതാവുമല്ല. അപ്പൊ എന്തായാലും ശരി, ഫൈനൽ വേർഡ്, ലോകത്തിന്റെ ഫൈനൽ വേർഡ്, അവസാന വാക്ക് എന്ന് പറയുന്നത് മോഡിജിയാണ്. മോഡിജി നീ ദൈവമെന്ന് നീ പറയൂ. എല്ലാവരും മുസ്ലിങ്ങളെല്ലാം മോഡിയുടെ ഫോട്ടോ വീട്ടിൽ വെച്ചിട്ട് സന്ധ്യക്ക് സന്ധ്യാനാമം മോഡി നാമ മോഡി നാമ എന്ന് വിളിക്കാൻ പിന്നെ പാടാൻ പറയും. കാരണം പണ്ട് കോവിഡ് വന്നപ്പോ പാത്രത്തിൽ കൊട്ടി പിന്നെ ഇത് പോകുമെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. അബ്ദുസലാമെ, നീ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ, നീ ആണും പെണ്ണും കെട്ടവനല്ലെങ്കിൽ നീ ഇതിന് മറുപടി പറയണം. അതായത് കോവിഡ് വരുമ്പോ പാത്രത്തിൽ കൊട്ടിയാൽ കോവിഡ് മാറും. നിനക്ക് അതിനെ ഒന്ന് വിമർശിക്കാൻ നോക്കൂ. രണ്ടാമത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഈ മുസ്ലിങ്ങളാ ഈ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബർമ അവിടെ നിന്ന് വരുന്ന മുസ്ലിങ്ങൾക്ക് പിന്നെ സിറ്റിസൺഷിപ്പ് കൊടുക്കൂല, ഹിന്ദുക്കൾക്ക് കൊടുക്കും. അതിനെപ്പറ്റി നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, വിമർശിക്കാനുണ്ടോ? അത് രണ്ട്. ഇനി മൂന്നാമത് വേറൊരു ചോദ്യം കൊണ്ടത്, അത് ഞാൻ നിന്റെ അടുത്ത് അടുത്ത വീഡിയോയിലാണ് ചോദിക്കുന്നത്. അപ്പൊ നിനക്ക് പറ്റിയതെന്ന് പറയുന്നത്, നീ നല്ലതെന്ന് പറയുന്നത്, നീ കാശിക്ക് പോകുന്നതാണ്. നീ എവിടെയെങ്കിലും ഒരു പിന്നെ ഈ മോഡിയെ പോലെ ഗുഹ തിരഞ്ഞെടുത്തിട്ട് അവിടെ പോയി കാഷായ വസ്ത്രമൊക്കെ ധരിച്ച് ഒരു രുദ്രാക്ഷമാലയൊക്കെ പിടിച്ച് ഇങ്ങനെ ഒരു കയ്യിൽ ഒരു എന്താണ് വെച്ച് പോലെ ഒരു സാധനം ഉണ്ടല്ലോ, അതിൽ വെച്ച് ഇങ്ങനെ തപസ്സിരിക്കണം. അപ്പൊ മോഡി നിന്നെ കാണാനായിട്ട് വരും. എന്തെങ്കിലും ഒരു മന്ത്രിസ്ഥാനം, ഇപ്പൊ സുരേഷ് ഗോപി മന്ത്രിയാണ്, വേറൊരു അച്ചായം മന്ത്രിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ അവർക്ക് കൊടുത്ത് നിനക്ക് എന്തൊരു ഒരു മന്ത്രിസ്ഥാനം തരാത്തത്? അത് കഷ്ടമാണ്. അപ്പൊ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള പിന്നെ തത്രപ്പാടിലാണ് നീ. എന്തായാലും കിട്ടട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. കാരണം നീ അങ്ങനെയെങ്കിലും രക്ഷപ്പെടും. മന്ത്രി ആയതിനു ശേഷമെങ്കിലും നീ ചിലപ്പോ ഇനി പറയാണ് ഇസ്ലാം എന്ന് പറയുന്ന കൊള്ളൂല, ആ മതം കൊള്ളൂല. നീ അല്ലെങ്കിൽ തന്നെ നമ്മൾ കൊള്ളൂല. അപ്പൊ നിനക്ക് നല്ലതെന്ന് പറയുന്നത്, നീ ആ പേര് മാറ്റി വേറെ ഏതെങ്കിലും രാമസിംഹൻ എന്നാ അല്ലെങ്കിൽ മോഡിജിയുടെ പേര് തന്നെ ഇട്ടോ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ മോഡിയുടെ സ്വന്തം ആളായി മാറുന്നേ. നിനക്ക് അടുത്ത ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ രാഷ്ട്രപതി നിനക്ക് അങ്ങനെ സ്വപ്നം കണ്ട് പിന്നെ ഭൂമിയിൽ അങ്ങനെ ജീവിക്കാം. അപ്പൊ നിനക്ക് നല്ലതെന്ന് പറയുന്നത് ഇങ്ങനെ മോഡിയുടെ പ്രശ്നം താങ്ങിയ അല്ലെങ്കിൽ അവരുടെ ഇനിയിപ്പോ പശുവിന്റെ ഒന്നും തിന്നാൻ പോകണ്ട, മോഡിയുടെ മലമൂത്രം അതിന് ഭയങ്കരമായ പിന്നെ ഇതുണ്ട്, ക്വാളിറ്റിയാണ്, നല്ലതാണ്, മറിച്ചതാണെന്നും പറഞ്ഞ് നിന്നെ ഈ മോഡിക്ക് കൈ വെച്ചു കൊടുത്താൽ മതി. അപ്പൊ മൂത്രം ഒഴിച്ചു തരും, മറ്റേത് നിനക്ക് തരും. നീ അത് തിന്നങ്ങ് ജീവിച്ചോ. അതാണ് നിനക്ക് നല്ലത്. പക്ഷെ വഞ്ചനയുടെയും ചതിയുടെയും ചരിത്രമുള്ള തെമ്മാടിയായ അബ്ദുസലാമെ, നിനക്ക് ജനങ്ങള് ഇതിന് മറുപടി പറയും. നീ എവിടാ, നീ പല സ്ഥലത്തും നിന്ന് തോറ്റിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു, നിനക്ക് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് വാർഡിൽ നിന്ന് ജയിക്കാമോ കേരളത്തില്? ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്. നിനക്ക് ഈ കോഴിക്കോടാ അല്ലെങ്കിൽ കാസർഗോഡാ അല്ലെങ്കിൽ കണ്ണൂരാ അല്ലെങ്കിൽ മലപ്പുറത്താ നിനക്ക് നിന്നിട്ട് ഒരു പഞ്ചായത്ത് വാർഡിൽ നീ ജയിക്കും? അത്ര തെണ്ടി പരീക്ഷയാണ്. നിന്നെ ജനങ്ങൾ അത്രത്തോളം വെറുക്കുന്നതിന്. വഞ്ചകന്മാർക്ക് ലോകത്തൊന്നും ഒരു വില ഉണ്ടായിട്ടില്ല. ആ വഞ്ചക കൂട്ടത്തിലാണ് നീ ചെന്ന് വിട്ടിരിക്കുന്നത്. നീ ഇനി നന്നാവുന്നത് ഞങ്ങൾക്ക് പ്രതീക്ഷയൊന്നുമില്ല. നീ നന്നാവണമെന്നും താല്പര്യം. നീ അതിൽ തന്നെ അങ്ങ് നിന്നാ മതി. അതാണ് നിനക്ക് നല്ലത്, ഞങ്ങൾക്കും നല്ലത്. എന്തായാലും നിനക്ക് നന്മ ഞാൻ നേരുന്നുണ്ട് കേട്ടാ. നിനക്ക് നന്മ നേരുന്നുണ്ട്. അതായത് നീ നേരത്തെ കാലത്തെ കൂട്ടി ഏതെങ്കിലും വണ്ടിയുടെ അടിയില്ല അല്ലെങ്കിൽ ട്രെയിനിന്റെ അടിയില്ല അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ആരെങ്കിലും വന്ന് പിന്നെ നീ എന്തെങ്കിലും ഒരു കാരണവശാൽ നീ BJP യെ തള്ളിപ്പറയ, RSSനെ തള്ളിപ്പറയാണ്, അവർ നിന്റെ തലയെടുക്കും എന്നുള്ള ഉറപ്പാണ്. അപ്പൊ നിനക്ക് അങ്ങനെ ഒരു തിരിച്ചുപോക്ക് ഇനി ഉണ്ടാവാൻ നോക്കില്ല. കാര്യം അവർ നിന്നെ കൈയും കാലും വെട്ടിയെടുക്കും, അല്ലെങ്കിൽ അത് ഉറപ്പാണ്. അതിനുവേണ്ടി ഞാൻ നിനക്ക് നന്മ നേരെയാണ്. അങ്ങനെയെങ്കിലും നീ പിന്നെ ഈ ലോകത്ത് നിന്ന് അവസാനിച്ച് പോട്ടെ എന്നാണ് ആശംസിക്കുന്നത്. നന്ദി, നമസ്കാരം. അപ്പൊ ഇങ്ങനെയുള്ള ചെറ്റുകളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സ്വന്തം സമുദായത്തെ ഒറ്റുകൊടുക്കുക, സ്വന്തം ജനങ്ങളെ ഒറ്റുകൊടുക്കുക, നാട്ടിൽ കലാപവും വിദ്വേഷവും പടർത്തുക. അപ്പൊ ഇതെല്ലാം കാണുന്നതാണ്, നമ്മൾ ലോകത്ത് കാണുന്നതാണ്. ഇന്ത്യയിലൊക്കെ ഏതെല്ലാം തരത്തിലാണ് മുസ്ലിങ്ങളെ, ഇന്ത്യയിലെ എത്രയോ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി ആ പാവങ്ങളെ കഷ്ടപ്പെട്ട് ഇന്നും ജീവിച്ചില്ലേ. ഡൽഹിയിൽ എന്തെല്ലാം ചെയ്ത്, അതുപോലെ ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ആ കുട്ടികളെ, കേരളത്തിലുള്ള കുട്ടികളെ വരെ അവരെന്തെല്ലാം ഉപദ്രവം ചെയ്ത്. RSSന്റെ നേതൃത്വത്തില് ABVP-ക്കാർ പോലീസ് പിന്നെ പട്ടാള പ്രൊട്ടക്ഷനിൽ തന്നെയാണ് അവരെ ആക്രമിക്കുകയും മറ്റേത് മറിച്ചും ചെയ്തത്. കഴിഞ്ഞ സമയത്ത് നമുക്കറിയാം പിന്നെ സിറ്റിസൺഷിപ്പിന്റെ പ്രശ്നത്തിലുണ്ടായ ആ സമരത്തിലും നിങ്ങൾക്കറിയാം
ഒരു RSS വെടിവെച്ചത്. അപ്പൊ അവരെ വരെ സംരക്ഷിക്കുന്ന ഒരു പിന്നെ ഏർപ്പാടാണ്, അവരുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ് BJPയും RSSകാരും. അപ്പൊ ഈ RSSനെയും BJPയും അവർ രാക്ഷസന്മാരാണ്, രാജ്യദ്രോഹികളാണ്, ദേശദ്രോഹികളാണ്. അവർക്ക് യാതൊരു രാജ്യസ്നേഹമില്ല. അങ്ങനെ രാജ്യസ്നേഹം ഉണ്ടെങ്കിൽ അവർ രാജ്യസ്നേഹം എന്താണെന്ന് പഠിക്കണം. എന്താണ് രാജ്യസ്നേഹം എന്ന് പഠിക്കണം. പഠിച്ചു വരുമ്പോഴത്തേക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഹിന്ദു സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും ഇവിടെ ഒരുപാട് മരിച്ചു വീണിട്ടുണ്ട്. 16 ലക്ഷം പേരാണ് ആത്മാഹുതി ചെയ്തത്, അവരുടെ ജീവൻ ബലിയർപ്പിച്ചത്. അതിൽ ഈ അബ്ദുസലാമിന്റെ ഏതെങ്കിലും ഒരു ബന്ധുവല്ലോ ഉണ്ടാ? അവൻ പണ്ടും പിന്നെ ഈ RSSകാരോട് ചേർന്ന് ചെരുപ്പ് നോക്കിയ കൂട്ടത്തിലാണ്. എന്തായാലും ശരി, നീ ഈ നാടിന് ആപത്താണ്, കേരളത്തിന് അപമാനമാണ്. സാംസ്കാരിക കേരളത്തിന് നിന്നെ പോലെയുള്ള ചെറ്റകൾ അപമാനമാണ് എന്ന് പറയാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. എന്തായാലും ശരി, നമ്മൾ ആ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.